നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ എത്രയും പഠിച്ചു. ഇനി നമുക്ക് കൂട്ടക്ഷരങ്ങൾ പഠിക്കാം. നമുക്ക് ഇക്ക എന്നുള്ള അക്ഷരം എഴുതാം. ഇക്ക എന്ന് പറഞ്ഞാൽ കായുടെ മുകളിൽ ഒരു ചന്ദ്രക്കല എഴുതുമ്പോൾ ക എന്നാണ് വായിക്കുന്നത്. അധികം ക ക എന്ന് വരണം. ക ഇത് കാന്ന് പൂർണ്ണമായിട്ട് വായിക്കൂല. ക അധികം ക ക എഴുതി ഇങ്ങനെ വരണം. ക ക ക ഇക്കയിലുള്ള വാക്കുകൾ എഴുതാം. ക ഇതിനുള്ള വാക്ക് നമുക്ക് ആദ്യം ചക്ക, 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 ചക്ക. നമ്മൾ കോ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. കാക്ക, കീ, കൂ, കൃ, കേ, കൈ, കോ, കൗ, കം, ക. അതില് കോ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഇടയിലോട്ട് കാ എഴുതി ഒരു ദീർഘം എഴുതണാണ് കോ. കൊക്ക് എഴുതി കൊക്ക് എന്നാണ് പറഞ്ഞത്. കൊക്ക എന്നല്ല, കൊക്ക്. അപ്പൊ നമ്മള് ചന്ദ്രക്കല എഴുതാം. കൊക്ക്, കോ, കൊക്ക്, കൊക്ക്, കോ, കൊക്ക്. അടുത്ത് ചുക്ക്. ചുക്ക് കണ്ടിട്ടുണ്ടോ? ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണക്കിയതാണ് ചുക്ക്. ചുക്ക് ചാ എഴുതി ഊടയുള്ള എഴുതുമ്പോൾ ചു. ചുക്ക്, ഇക്ക്, അതിനാണ് ചന്ദ്രകല. ചുക്ക്, ചുക്ക്. ഇങ്ങനെ എഴുതിയ ചുക്ക എന്നാണ് വായിക്കുന്നത്. ചുക്ക്, ചുക്ക്. അപ്പൊ ഇന്ന് പഠിച്ച കൂട്ടക്ഷരം ഇക്ക. അതിലുള്ള വാക്കുകളാണ് ചക്ക, ചുക്ക്, കൊക്ക്. ഒരിക്കൽ കൂടെ എഴുതാം. ചക്ക, ചക്ക, കോ, ഇക്ക്, കൊക്ക്, ചുക്ക്, ചുക്ക്. ഇവിടെ കണ്ടോ, നമ്മൾ ചക്ക എന്നാണ് വായിച്ചത്. ഇവിടെ കൊക്ക്, കൊക്കാന്നല്ല, കൊക്ക്, ചുക്ക്. ഇതെല്ലാവരും എഴുതി പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.